സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലിഗയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിദ്യ കൺമണിയുടെ അമ്മായിമാരോട് അവളെക്കുറിച്ച് കുറ്റം പറഞ്ഞതിന് ശേഷം നേരെ ചെന്ന് ബലരാമനെ കാണാണ്. ഞാൻ മാനസ മേഡത്തിന് അയച്ചു കൊടുക്കാൻ വേണ്ടി അവർ നിൽക്കുന്ന രംഗം, കൃഷ് കൺമണിയെ നെഞ്ചോട് ചേർക്കുന്ന രംഗമൊക്കെ വീഡിയോ എടുത്തു. അത് കയ്യോടെ കൺമണി പൊക്കി അത് കൃഷ് സാറിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ വിദ്യ ബലരാമനോട് പറയുന്നുണ്ട്. ഇതിനൊരു പോംവഴി സാർ ഉണ്ടാക്കി തരണം, ഞാനാകെ പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ വിദ്യ പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാ, നീ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടി കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നതിന് ഞാൻ പോംവഴി കാണണമെന്നോ, എനിക്ക് അതൊന്നും പറ്റില്ലെന്ന് തന്നെ ബലരാമൻ പറയുന്നുണ്ട്. ഇതേ സമയം എന്നാലും ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ബലരാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് വിദ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ, സാറിങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റില്ല, എൻ്റെ അടുത്ത് സാറിനെ കൊടുക്കാനുള്ള സകല തെളിവും ഉണ്ടെന്നൊക്കെ വിദ്യ പറഞ്ഞപ്പോൾ, ഭീഷണിയാണോ എന്ന് ചോദിക്കുകയാണ് ബലരാമൻ. അഥവാ ഇനി ഭീഷണിയാണെങ്കിലും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാമെന്നും പറയുന്നുണ്ട് കേട്ടോ ബലരാമൻ. പിന്നീട് വിദ്യയുടെ കുശുമ്പ് പറച്ചിലിൽ കൺമണിയോട് വൈരാഗ്യം തോന്നിയ അമ്മായിമാര് ഗോകുലും കൺമണിയും ശ്രീനിയും വീടിനകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ നിൽക്കുന്ന പറഞ്ഞ് തടഞ്ഞു നിർത്തുകയാണ്. ഇത് ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് ധനലക്ഷ്മി. കൺമണിയോട് അമ്മായിമാർ വരുണിനെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് വീട് തിരിച്ചെടുക്കണമെന്നും പറയുന്നുണ്ട്. പെട്ടെന്ന് ധനലക്ഷ്മിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ധനലക്ഷ്മി പറയുമ്പോൾ, ഇതൊക്കെ ഏട്ടത്തിയുടെ പ്ലാൻ ആണെന്ന് എനിക്കറിയാം, ഇനി ഏട്ടത്തി എത്ര തലകുത്തി നിന്ന് ശ്രമിച്ചാലും അത് നടക്കില്ല എന്നൊക്കെ കൺമണിയും പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ കലിപ്പോട് നിൽക്കുന്ന ധനലക്ഷ്മിയെ മറികടന്ന് കൺമണി ശ്രീനിയെയും കൊണ്ട് അകത്തേക്ക് പോവാണ്. ഇതേ സമയം ബലരാമനോട് പറയുന്ന വിദ്യയുടെ വാക്കുകൾ കേട്ട് സുമിത്ര വിദ്യയെ സോപ്പിടാണ് കേട്ടോ. തൻ്റെ ആവശ്യം അറിയിച്ചിട്ട് അത് നടത്തി തരുന്ന നിനക്ക് എന്തും ഞാൻ തരുമെന്നും പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുമ്പോൾ വിദ്യ ഒരു ഗൂഢഭാവത്തോടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അകത്തേക്ക് പോയ കൺമണിയെ പിന്തുടർന്ന് അപ്പം തന്നെ ധനലക്ഷ്മി എത്തുകയാണ്. കണ്ണുരുട്ടി, നീ എന്താടി പറഞ്ഞു, വരുണുമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്നല്ലേ, അത് ഞാൻ കാണിച്ചു തരാം, തന്തയ്ക്കും മോൾക്കും നടക്കുമെന്ന്. ഈ ധനലക്ഷ്മി ആരാണെന്നും അലിഗയിലെ ആ MD കൂട്ടുണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാമെന്നല്ലേ, നാളെ നേരെ ഒന്ന് വിളിക്കട്ടെ, എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അപ്പോൾ കാണാമെന്ന് വിരൽ ചൂണ്ടി കണ്ണുരുട്ടി ധനലക്ഷ്മി അവിടെ നിന്നും പറഞ്ഞു പോവുകയാണ്. ഇത് കേട്ട് അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ കൺമണി.